അപ്പോൾ വളരെ സമ്പന്നരുടെ ഫാമുകൾ മാത്രമാണ് ലാഭത്തിലോടുന്നത്. നമ്മളിവിടെ എല്ലാം ഈ ബ്രാൻഡഡ് കാലിത്തീറ്റയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കന്നാലികളെ വളർത്താൻ നോക്കുമ്പോൾ പാലിന് കൊഴുപ്പ് കുറയുന്നു, കന്നാലിക്ക് പ്രജനനശേഷി നഷ്ടപ്പെടും. ഈ കമ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അവിടുത്തെ ഒരു ധാന്യമാണ്, നമ്മുടെ മല്ലിയേക്കാട്ടിൽ ഇച്ചിട്ട് ചെറുതാണ്. കർഷകരെന്ന് പറഞ്ഞവരോട് നമ്മൾ എല്ലാവരും ദുരിതത്തിലാണ്. എന്താണ് ആ ദുരിതത്തിന്റെ കാരണമെന്ന് ആഴത്തിൽ പഠിച്ച കർഷകരെ മനസ്സിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഒരു ഗവൺമെന്റുകളും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച് ഈ മേഖല കൊണ്ട് ജീവിക്കുന്ന എനിക്ക് എൻ്റെ അനുഭവങ്ങൾ ഇതിനകത്ത് പറയാൻ കഴിയത്തുള്ളൂ. തമിഴ്നാട്ടിലും കർണാടകത്തിലും 40 രൂപയിൽ താഴെയാണ് ഒരു കർഷകന് വില കിട്ടുന്നത്. നമ്മുടെ കേരളത്തിൽ കർഷകന് 45 രൂപ തൊട്ട് താഴോട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ നഷ്ടത്തിലും അവർ നിലനിന്നും പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആ കാലിത്തീറ്റയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇവിടെ കർഷകൻ കന്നാലിയെ വളർത്തിയാൽ പാലുകൊണ്ട് മാത്രമല്ല, അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് വയ്ക്കുന്നതിലും ഇത് കൃത്യസമയത്ത് ഈ കറക്കുന്ന പശു രണ്ടാമത് അടുത്ത ചെനയേക്കുന്നത് ആ പ്രജനനശേഷി നഷ്ടപ്പെടുന്ന കാലിത്തീറ്റകളാണ് ഇവിടെ പല സൊസൈറ്റികളിലും കൊടുക്കുന്നത്. ഈ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ ഒരു ന്യൂട്രീഷൻ്റെയും ഒരു വെറ്ററിനറി ഡോക്ടറെയും ക്ലാസ്സുകൾ സംഘടിപ്പിച്ചപ്പോൾ അവരതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ വളരെ സമ്പന്നരുടെ ഫാമുകൾ മാത്രമാണ് ലാഭത്തിലോടുന്നത്. തമിഴ്നാട്ടിലെ ആന്ധ്രയിലെ പ്രധാനപ്പെട്ട ആഹാര കാലിത്തീറ്റി പല ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഓക്കാത്തവിടെ ഈ വക സാധനങ്ങളും പരുത്തിക്കുരു, പരുത്തി പിണ്ണാക്ക് ഇതൊക്കെ കൃത്യ അളവിൽ കൊടുക്കുമ്പോൾ പലതും പല അളവിൽ എടുക്കുമ്പോൾ കിലോ 25-27 വരുള്ളൂ. നമ്മളിവിടെ എല്ലാം ഈ ബ്രാൻഡഡ് കാലിത്തീറ്റയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കന്നാലികളെ വളർത്താൻ നോക്കുമ്പോൾ പാലിന് കൊഴുപ്പ് കുറയുന്നു, കന്നാലിക്ക് പ്രജനനശേഷി നഷ്ടപ്പെടും. ഈ കമ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അവിടുത്തെ ഒരു ധാന്യമാണ്, നമ്മുടെ മല്ലിയേക്കാട്ടിൽ ഇച്ചിട്ട് ചെറുതാണ്. അതവിടെ കിലോ 30 രൂപ 50 പൈസയാണ് ഇന്ന് അതിൻ്റെ വില. ആ സാധനം പൊടിക്കണമെങ്കിൽ 1.5 രൂപ 1.5 രൂപ എടുത്ത് പൊടിച്ച് കേരളത്തിൽ അതിൻ്റെ മാർക്കറ്റിങ്ങിനുള്ള ട്രാൻസ്പോർട്ടിങ് ചിലവെന്ന് പറയുന്നത് ഏതാണ്ട് 1 കിലോയ്ക്ക് 1.5 രൂപ വരുന്നു. ആ സാധനം ഇവിടെ 27 രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? ഞാൻ അവിടുത്തെ 2-3 വലിയ മില്ലുകളിൽ ബൾക്ക് ഓർഡറിനായിട്ട് സംഘടനയുടെ പേരും പറയുന്നത്. അപ്പോൾ അവിടുത്തെ ബോർഡോട് എനിക്ക് സന്ദർശിക്കാൻ സാധിച്ചു. അവിടങ്ങളിലെല്ലാം റേഷനറി കണ്ടമാനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ 2 രൂപയ്ക്ക് വയ്ക്കുന്ന റേഷനറികൾ മുഴുവൻ അവരെടുക്കും. അത് പൊടിച്ച് ഇതിനകത്ത് ചേർക്കും. കന്നാലിക്ക് വയറിളക്കം ദഹനക്കുറവ് ഉണ്ടാവും. ഇതാണ് അതിനകത്തെ കൃത്രിമം. ഒരു പശുവിനെ ഉണ്ടെങ്കിൽ അതിൻ്റെ തടി സംരക്ഷിക്കാൻ 2 കിലോയും ഓരോ ലിറ്റർ പാലിനും 400 ഗ്രാം വെച്ച് കാലിത്തീറ്റ കൊടുക്കും. തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ ഈ കന്നാലിത്തീറ്റ ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ കൂടെ പഠിച്ചവനും എന്നെ വിശ്വാസമുള്ള ഒരുത്തനും അവൻ 5-6 പശുവാണ്. അവന് കൊടുത്തു. അവൻ പറഞ്ഞു 3-ാം മാസം അവൻ പറഞ്ഞു പശുക്കൾ 4 ചെനയേറ്റുന്നുള്ളത് സന്തോഷ വാർത്തയാണ് അവൻ പറഞ്ഞു. പിന്നെ അവൻ്റെ വീട്ടിലോട് കയറുമ്പോൾ ഉണ്ടാകുന്ന ചാണകത്തിൻ്റെ മണം ഒഴിവായി. ഈ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ ഗുണമുണ്ടെന്ന് ഒരു കർഷകനോട് നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. അവൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത് ഞാൻ ഇതിൽ നിപുണനാണ്, ഇതിൻ്റെ മുകളിൽ അഡ്വൈസ് ഡോക്ടർമാർക്ക് പോലും പറ്റില്ല എന്നുള്ളതാണ്. അടുത്ത കാലം വരെ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കന്നാലിക്ക് കാൽസ്യക്കുറവ് വരുമ്പോൾ ചുണ്ണാമ്പ് കലക്കി കൊടുത്തേക്കാൻ പറയും. അവരങ്ങനെ അങ്ങ് പറയും അതിനകത്ത് കക്കായ കാൽസ്യം ഉണ്ടെന്ന്. പക്ഷേ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും ഇതിനാവശ്യമുള്ള കാൽസ്യം തന്നെ വലിച്ചെടുത്തെങ്കിൽ മാത്രമേ ആ കാൽസ്യക്കുറവ് പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇല്ല ഡോക്ടറെ വിളിക്കുന്നത് എടുക്കാൻ പോകണം, ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പം കന്നാലികളെ കൃത്യമായ ആ കാലിത്തീറ്റ കൊടുത്ത് വളർത്തണം. 30 കിലോയോളം ഏകദേശം പുല്ലും കൊടുക്കണം. ഇങ്ങനെ വരുന്ന കന്നാലികൾ മാത്രമേ നമുക്കത് ലാഭകരമാകും. അപ്പം തന്നെ മൂരികിടാങ്ങളാണ് വരുന്നതെങ്കിൽ അതിനെ വളർത്തി ഇറച്ചി ആവശ്യത്തിന് വല്ലതും വിൽക്കുക എന്നുള്ളൊരു ധർമ്മം ഇവിടെ ഇല്ല. അതിനെ അന്നേരം കൊന്നു കളയുക, അല്ലെങ്കിൽ ചെറുപ്രായത്തിന് ആർക്കേലും പിടിച്ചാൽ കൊടുക്കുക. ആ കർഷകന്റെ അജ്ഞതയാണ്. അതിന് വളർത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 3 അറയുണ്ടെന്നും 4 അറയുണ്ടെന്നും ഈ പാല് ചെല്ലേണ്ട അറ 3 മാസം കൊണ്ട് അടയുമെന്നും ആ സമയത്തിന് ആവശ്യത്തിന് പാല് ചെല്ലണമെന്നും പറയുമ്പോൾ കർഷകന് അത് വിഷമമാണ്. പക്ഷെ ഇതിൻ്റെ ഗ്രാവിൽ നിന്നുള്ള വരുമാനം കൂടെ ഉണ്ടെങ്കിൽ ഇവനെ അതിനകത്ത് ശരി ലാഭം കിട്ടിയുള്ളൂ. അത് ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകത്തില്ല. അതിനിപ്പം നമ്മുടെ മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല ഇങ്ങനെയുള്ള ഡാക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഗ്രോത്ത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആ പാലുകൂടി കഴിയുന്ന വരെ 3 മാസത്തേക്ക് കൊടുക്കാനുള്ള കാലിത്തീറ്റ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ കൊടുക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല. പരീക്ഷിക്കണ്ടേ? അങ്ങനെ ആകുകയാണെങ്കിൽ ഒരു 18-ാം മാസം ഈ പശു ഉണ്ടായാൽ 18-ാം മാസം അതിനെ കറക്റ്റായിട്ട് അതിനെ കുത്തിവെപ്പിക്കാൻ സാധിക്കും. 18-ാം മാസം കുത്തിവെപ്പിച്ചെങ്കിൽ നല്ല ബ്രീഡ് ആണെങ്കിൽ 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്കാണ് വിറ്റ് വന്നത്. അതാണ് കർഷകന്റെ ലാഭം. ആ മേഖലയിലേക്ക് ഇവരുടെ മനസ്സെത്തുന്നില്ല.